താങ്ക് യു മാത്യു ജോർജ് ബ്രദർ. ഞാൻ ഇന്ന് മെസ്സേജ് പറയാനായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് മെസ്സേജ് കണ്ടത്. ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനങ്ങനെ മെസ്സേജിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ദൈവം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച് ഞങ്ങൾ വീട്ടിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഡിസ്കസ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊരു ഓർഡറിലാവണമെന്ന് നിർബന്ധമില്ല. എങ്കിലും നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് നമ്മളുടെ അടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കട്ടെ. ജൂസിയുടെ റിക്കവറി വളരെ പെട്ടെന്ന് നടക്കുന്നു. ആക്ച്വലി ഇന്നലെ തൊട്ട് ജോലിക്ക് പോയി തുടങ്ങി. ഓൾമോസ്റ്റ് ഫുള്ളി റിക്കവർഡായി. പ്രാർത്ഥിച്ച എല്ലാവരുടെയുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ചില വാക്യങ്ങൾ, ചില അധ്യായങ്ങൾ കൂടി ദൈവം ഇടപെട്ട ചില കാര്യങ്ങൾ, എൻ്റെ അടുത്ത് ഇടപെട്ട ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 രാജാക്കന്മാർ അതിന്റെ 17-ാമത്തെ അധ്യായം. നമുക്ക് എല്ലാവർക്കും പല പ്രാവശ്യം കേട്ടിട്ടുള്ളത്, നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള ഒരു ചാപ്റ്ററും അധ്യായവും അതിലെ സംഭവങ്ങളും ആയതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ദൈവം എൻ്റെ അടുത്ത് ഇടപെട്ട ചില കാര്യങ്ങൾ, ദൈവം പഠിപ്പിച്ച ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 17-ാമത്തെ അധ്യായം, 1 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായം നമുക്കറിയാവുന്ന പോലെ ദൈവത്തിന്റെ ദാസനായ ഒരു വ്യക്തിയെ ദൈവം ഒരു ശൂന്യതയിൽ നിന്നതുപോലെ പരിചയപ്പെടുത്തുകയാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ്. അന്നേരം ഏലിയാവിനെ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനെ ദൈവം പരിചയപ്പെടുത്തുന്ന ആ അധ്യായത്തിന്റെ തുടക്കമാണിത്. അത് പക്ഷെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ഈ പ്രവാചനെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ദാസനെ, അദ്ദേഹത്തിന്റെ അഡ്രസ്സോ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനോ അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഇതൊന്നും പരിചയപ്പെടുത്താതെ വളരെ പെട്ടെന്ന് ഒരു ശൂന്യതയിൽ നിന്നതുപോലെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്. നൗ എലീജ ദ തിശ്ബൈറ്റ് ഹു വാസ് ഓഫ് ദ സെറ്റിലേഴ്സ് ഓഫ് ഗിലെയാദ്. എന്താണ് ഇദ്ദേഹത്തിന്റെ അഡ്രസ്സ്, എന്താണ് ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, എന്താണ് ഇദ്ദേഹം ദൈവത്തിന്റെ ദാസനാണ് എന്നുള്ളതിന്റെ തെളിവ്? നമ്മളൊരു ദൈവത്തിന്റെ ദാസനാകാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി തീരുക. അത് ഒരു ജനറൽ രീതിയിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവിന് എന്റെ ദാസന്മാരായിരിക്കും, അല്ലെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് പറയും. എന്നാൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. അത് പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്താൽ ഉപയോഗപ്പെടുന്ന, ദൈവത്തിന്റെ കയ്യിലെ ശുശ്രൂഷകരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പഴയ നിയമത്തിലെ ഉദാഹരണമാണ് ഏലിയാവ്. ഇതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അന്നേരം ദൈവം ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത വാക്യത്തിൽ പറയാണ്, ഏലിയ വാഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഇംഗ്ലീഷിലെ വാക്യം ഇങ്ങനെയാണ്: ആസ് ദ ലോർഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ബിഫോർ ഹൂം ഐ സ്റ്റാൻഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് ദൈവത്തിന്റെ ദാസനെ പറ്റിയുള്ള ദൈവത്തിന്റെ അഡ്രസ്. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും അവിടെ പറയുന്നില്ല. അദ്ദേഹം ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ പറയാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ആ സാഹചര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടുത്തെ അന്നുള്ള രാജാവ്, അന്നുള്ള പ്രജകളുടെ എല്ലാം ആത്മീയ നിലവാരം എന്നുള്ളത് നെബോത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങൾ നടക്കുന്നത്. അതിന്റെ 30-ാമത്തെ വാക്യം, ഉമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. നെബോത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങൾ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ യെത്ബാലിന്റെ മകളായ ഇസബാലിനെ ഭാര്യ പരിഹരിക്കുകയും ബാവലിനെ ചെന്ന് നമസ്കരിക്കുകയും ചെയ്തു. ഒന്ന് താഴേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും പിന്മാറ്റത്തിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ, ജനങ്ങൾ പിന്മാറ്റത്തിലായിരിക്കുമ്പോൾ, രാജാവ് പിന്മാറ്റത്തിലായിരിക്കുമ്പോൾ, ഈ യെരോബെയാമിന്റെ പാപം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഒരു പാപത്തിന്റെ, ഏറ്റവും വലിയ പാപത്തിന്റെ റെഫറൻസ് ആയിട്ട് പലയിടത്തും പറയുന്നത്. അതിനേക്കാൾ വലിയ പാപം ചെയ്ത രാജാവിന്റെ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും എല്ലാവരും പിന്മാറിയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ഒരു മനുഷ്യനെ ദൈവം പരിചയപ്പെടുത്തുകയാണ്. ആ വ്യക്തി ദൈവത്തിന്റെ ദാസനാണ് എന്ന് ദൈവം പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ദാസൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിന് മുമ്പിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. ദൈവത്തിന്റെ ദാസൻ എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ ദൈവത്തിന്റെ ദാസൻ എന്നുള്ളത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ പറ്റി ഉള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്രവചനം
യെശയ്യാ പ്രവചനം അതിന്റെ 53-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വാക്യം വേണമെങ്കിൽ എടുത്തു വായിക്കാം. യെശയ്യാ പ്രവചനം അതിന്റെ 53-ന്റെ 2-ാമത്തെ വാക്യം. അവിടെ കർത്താവ് എങ്ങനെയാണ് വളർന്നത് എന്നുള്ളതിനെ പറ്റി കർത്താവിന്റെ വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇല്ലെങ്കിൽ യെശയ്യാവ് പറയാണ്, ഞങ്ങൾ കേൾപ്പിച്ച ആർ വിശ്വസിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്ത് നിന്ന് വേർപുളയ്ക്കുന്നത് പോലെ അവന്റെ മുമ്പാകെ വളരും. ഹി ഗ്രൂ അപ്പ് ബിഫോർ ഹിം ലൈക്ക് എ ടെൻഡർ ഷൂട്ട്, എ റൂട്ട് ഔട്ട് ഓഫ് പാർച്ച്ഡ് ഗ്രൗണ്ട്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ദൈവത്തിന്റെ ദാസൻ എന്നുള്ള അതിന്റെ ക്വാളിഫിക്കേഷൻ, ഇല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവൻ ദൈവത്തിന്റെ മുമ്പാകെ വളരുന്നവനാണ്. യേശുക്രിസ്തു ദൈവത്തിന്റെ മുമ്പാകെയാണ് ജീവിച്ചത്. പക്ഷെ വരണ്ട നിലത്ത് നിന്നാണ്, ഒരു സപ്പോർട്ടുമില്ല, ഒരിടത്തു നിന്നും ഒരു സപ്പോർട്ടുമില്ല. എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ ജീവിച്ചതുകൊണ്ട് ഒരു വരണ്ട നിലത്ത് നിന്ന് വേർപുളയ്ക്കുന്നത് പോലെയാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം എന്നാണ് യെശയ്യാവ് പ്രവചനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അവസാനം, ഇല്ലെങ്കിൽ ജീവിതം കഴിഞ്ഞതിന് ശേഷം പത്രോസ് യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു വളരെ ഷോർട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്രസംഗത്തിൽ കൂടി പറയുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാമത്തെ അധ്യായത്തിലാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റി പത്രോസ് പ്രസംഗിക്കുന്നത്. അവിടെ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു വാക്യം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറ്റി തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇത് പഴയ സങ്കീർത്തനത്തിലെ ഒരു കൊട്ടേഷനാണ്. അവിടെ പറയുകയാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. യേശുക്രിസ്തു പറയുന്ന ഇതായിട്ടാണ്, അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകില്ല. അന്നേരം യേശുക്രിസ്തു ഈ വരണ്ട നിലത്ത് ജീവിച്ചപ്പോൾ ഒരു സാഹചര്യവും അനുകൂലമല്ലാതിരുന്നിടത്ത് കുലുങ്ങാതെ മുളയ്ക്കുന്നത് പോലെ മുളച്ച് ജീവിച്ചതിന്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തെ യേശുക്രിസ്തു തന്റെ വലച്ചുഭാഗത്ത് വെച്ചിരുന്നു, ദൈവത്തിന്റെ മുമ്പാകെ ജീവിച്ചു, ദൈവത്തിന്റെ മുൻപാകെ നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്? അതിന്റെ തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. മലയാളത്തിൽ അത് അത്ര ക്ലിയർ അല്ല, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. 22-ാമത്തെ വാക്യം, മെൻ ഓഫ് ഇസ്രായേൽ ലിസൺ ടു ദീസ് വേർഡ്സ്, ജീസസ് ദ നസറേൻ, എ മാൻ attested to you by God with miracles and wonders and signs which God performed through him in your midst. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തു ദൈവത്തിന് മുമ്പാകെ ജീവിച്ചു, ദൈവത്തിന് മുമ്പാകെ നിന്നു, ദൈവത്തെ വലത്തുഭാഗത്ത് വെച്ചുകൊണ്ടിരുന്നു, ദൈവത്തിന്റെ ദാസനായിരുന്നു. ദൈവത്തിന്റെ ദാസന്റെ അടുത്തുള്ള ദൈവത്തിന്റെ റെസ്പോൺസ്, ദൈവം എങ്ങനെയാണ് ആ ദൈവത്തിന്റെ ദാസനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിലനിർത്തുന്നുള്ള പറയാണ്, ഹി ഈസ് എ മാൻ അറ്റസ്റ്റഡ് ബൈ ഗോഡ്. ദൈവത്തിന്റെ ദാസന്മാരെ ദൈവമാണ് അറ്റസ്റ്റ് ചെയ്യുന്നത്, ഇവൻ എന്റെ ദാസനാണ് എന്നുള്ളത്. പക്ഷെ അതിന് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ, നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ മാത്രം ജീവിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം അതായിരിക്കണം, കർത്താവെ ദൈവത്തിന് മുമ്പാകെ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മുമ്പാകെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസനാകാനായിട്ടുള്ള ഒരു അടിസ്ഥാന ക്വാളിഫിക്കേഷൻ തന്നെ ദൈവത്തിന് മുമ്പാകെ ജീവിക്കുക എന്നാണ്. അങ്ങനെ ദൈവത്തിന് മുമ്പാകെ ജീവിക്കുന്ന വ്യക്തികളുടെ വേറൊരു പ്രത്യേകതയാണ്, അവർ ഒരിക്കലും മനുഷ്യരെ പ്രസാദിപ്പിക്കുകയോ മനുഷ്യരെ സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്നവരായിരിക്കില്ല. ഗലാത്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ്, ഇപ്പോഴോ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നു, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ല. അന്നേരം ഹീസ് ഡിസ്ക്വാളിഫൈഡ്. ഒരു വ്യക്തി മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ അടുത്തെല്ലാം വഴക്കുണ്ടാക്കണമെന്നോ മനുഷ്യരെ എല്ലാം ശത്രുക്കളാക്കണമെന്നല്ല പറയുന്നതിന്റെ അർത്ഥം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനെതിരായിട്ട്, ഇല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്നതിനെതിരായിട്ട്, അതിനെതിരായിട്ട് ഒരു മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, മനുഷ്യരെ പ്രസാദിപ്പിക്കുകയോ മനുഷ്യരെ സന്തോഷിപ്പിക്കുകയോ ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ദാസനാകാൻ കഴിയുകയേയില്ല എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഇത് ഒരിടത്തല്ല, 2-ാമത്തെ അടുത്ത് പൗലോസ് വീണ്ടും പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 2 തെസ്സലോനിക്കർ ചാപ്റ്റർ 2 വേഴ്സ് 4. അവിടെയും പൗലോസ് ഇത് തന്നെയാണ് പറയുന്നത്. അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, പൗലോസിന് സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ദൈവം പൗലോസിനെ കൊള്ളാകുന്നവനായി കണ്ടു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ സുവിശേഷം പരിമേൽപ്പിക്കേണ്ടതിന് ഞങ്ങളെ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ മുഖസ്തുതിയോ ദൈവീയാഗ്രഹത്തിന്റെ ഉപായമോ
ഉപയോഗിച്ചിട്ടില്ല. അതിന് ദൈവം സാക്ഷി എന്ന് പറയുന്നത്. ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അടിസ്ഥാന കാര്യം നമ്മൾ ദൈവത്തിന്റെ ദാസനാകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലായിരിക്കണം, ദൈവത്തിന്റെ ദാസന്മാരെ തിരിച്ചറിയണം. ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ട്. പലരെയും, അനേക ദാസന്മാർ ഒരുപാടില്ല, പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ ചുരുക്കം പേര് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും മനുഷ്യരെ സന്തോഷിപ്പിക്കാതിരിക്കുക, മനുഷ്യരെ പ്രസാദിപ്പിക്കാതിരിക്കുക എന്നുള്ള യഥാർത്ഥ ആഗ്രഹമുള്ളവരായിട്ട് കണ്ടു. പലരും ദൈവത്തെ ശ്രമിക്കുന്നവരാണ്, പക്ഷെ പലയിടത്തും ഇവർക്ക് മനുഷ്യരെയും പ്രസാദിപ്പിക്കേണ്ടി വരും, മനുഷ്യരെ സന്തോഷിപ്പിക്കേണ്ടി വരും. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു ദാസനാണ് എങ്കിൽ, ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുകയാണ് എങ്കിൽ, പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പല സാഹചര്യങ്ങളിൽ നിൽക്കേണ്ടി വരും. പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുമായി സഹകരിച്ചവർ, നിങ്ങളുടെ കൂടെ ഫെലോഷിപ്പ് ചെയ്തവരൊക്കെ ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും നിങ്ങൾ ഒറ്റപ്പെട്ട വഴിയിൽ കൂടി നടക്കേണ്ടി വരികയും ചെയ്യും. ടോസറിന്റെ ഒരു ബുക്കുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കാലത്ത് എഴുതിയൊരു പുസ്തകത്തിൽ. അദ്ദേഹത്തിന്റെ അതിന്റെ ടൈറ്റിൽ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദ മെൻ ഹു വാക്ക്ഡ് അലോൺ വിത്ത് ഗോഡ് എന്നുള്ളതാണ് അതിന്റെ. അന്നേരം ഒരു ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാർ നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ ഒറ്റപ്പെട്ടവരായിരുന്നു. പലരാലും ഇവർ ഒറ്റപ്പെടുത്തിയവരായിരുന്നു. പലപ്പോഴും നമ്മൾ പലരുടെയും കൂടെ ഉള്ളപ്പോൾ അവർ നമ്മുടെ നല്ലതായിട്ടൊക്കെ സംസാരിക്കുക, നമ്മുടെ ഫെലോഷിപ്പ് ചെയ്യുന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ പലപ്പോഴും ഇവരുടെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് ഈ ദേഹം ഒന്ന് പോയാൽ നല്ലതായിരുന്നു എന്നുള്ളതായിരിക്കും. ഈ രീതിയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏലിയാവ് ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ കാര്യം മനസ്സിലാക്കണം, അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ദാസനെ അറ്റസ്റ്റ് ചെയ്യുകയും ദൈവത്തിന്റെ ദാസനിൽ കൂടി സംസാരിക്കുകയും ദൈവത്തിന്റെ ദാസന്മാർ സംസാരിക്കുന്ന കാര്യത്തെ ദൈവം പ്രൂവ് ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മൾ ഏലിയാവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ മടങ്ങി വരാം. നമ്മൾ ഏലിയാവ് പറയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുക, ഞാൻ ആരുടെ മുമ്പിലാണോ നിൽക്കുന്നത്, ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ലിവ്സ് ബിഫോർ ഹൂം ഐ സ്റ്റാൻഡ്. എന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. അന്നേരം പറയാണ്, ഞാനൊരു കാര്യം പറയുകയാണ്, ഏലിയാവിനൊരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ, ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ദൈവം അതിന്റെ പുറകിൽ അതിനെ അറ്റസ്റ്റ് ചെയ്യും. ഗോഡ് വിൽ അറ്റസ്റ്റ് ദാറ്റ്. അത്രയ്ക്ക് ഉറപ്പോട് കൂടിയാണ് ഇവർ പറയുന്നത്. നമ്മൾ അപ്പോസ്തലന്മാരുടെയൊക്കെ ജീവിതമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയായിരുന്നു. ഈ അപ്പോസ്തലന്മാർ യേശുക്രിസ്തു ഒന്നും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് ഒരിടത്തും കാണുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്നൊക്കെ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. ഇല്ലെങ്കിൽ 99% ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെല്ലായിടത്തും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, രോഗികളെ അങ്ങ് സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞിട്ട് എഴുന്നേപ്പിച്ച് അങ്ങ് നടത്തുകയാണ് ചെയ്യുന്നത് എല്ലായിടത്തും. കാരണം ഇവർക്കറിയാമായിരുന്നു ഇവർ ദൈവത്തിന്റെ ദാസന്മാരാണ്. ഇവരൊരു കാര്യം പറയുമ്പോൾ അതിന്റെ പുറകിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ പുറകിൽ ദൈവം പ്രവർത്തിക്കുന്നു. അത്രയ്ക്ക് ഉറപ്പോടുകൂടിയാണ് ഇവർ ചെയ്യുന്നത്. കർത്താവ് അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്നിട്ട് എന്താണ് ഇവിടെ ഏലിയാവ് ഇത്ര ബോൾഡായിട്ടൊരു കാര്യം പറയുന്നത്? കാര്യം ഏലിയാവിനെ അറിയാമായിരുന്നു, ദൈവത്തിന്റെ ദാസനാണ്, ദൈവം പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനെ പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഒരു ദൈവത്തിന്റെ ദാസന്റെ റെസ്പോൺസിബിലിറ്റി ദൈവം പറഞ്ഞ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇത് കോൺസിക്വൻസ് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വിഷയമല്ല. ഇറ്റ്സ് ഗോഡ്സ് റെസ്പോൺസിബിലിറ്റി. ദൈവമാണ് ആ കാര്യം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. അതിന്റെ കോൺസിക്വൻസ് എന്താണ്, ആരൊക്കെ ഇഷ്ടപ്പെടുന്നു, ആരൊക്കെ എന്ത് പറയുന്നു, ആരൊക്കെ എതിരാകുന്നു എന്നുള്ളതൊന്നും അവിടുത്തെ ഒരു വിഷയമല്ല. അത് അങ്ങനെ ഏലിയാവ് ഇത് പറയുന്നു. അടുത്തതായിട്ടൊരു ദൈവത്തിന്റെ ദാസന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഏലിയാവിന്റെ ചരിത്രം വായിക്കുമ്പോൾ, ഇല്ലെങ്കിൽ 17, 18, 19 അധ്യായം വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ദൈവം ഈ വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യാണ്. അടുത്ത വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ ദൈവം പറയാണ്, ഗോ അവേ ഫ്രം ഹിയർ ആൻഡ് ടേൺ ഈസ്റ്റ്വേർഡ്. അന്നേരം ദൈവത്തിന്റെ ദാസൻ എന്നുള്ള വ്യക്തി ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്നു എന്നുള്ള ഇത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത, ദൈവത്താൽ ഡയറക്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. അതാണ് അപ്പോസ്തലൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അയക്കപ്പെടുക എന്നുള്ളതാണ്. ദൈവം ഈ വ്യക്തിയെടുത്ത് പറയാണ്, പോവുക, ഗോ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇദ്ദേഹം ചോദിക്കുന്നില്ല, അതിന്റെ അഡ്രസ്സോ എവിടോട്ടാണ് പോകുന്നതെന്ന് നോക്കുന്നില്ല. ഇദ്ദേഹം നേരെ പോവുകയാണ്. ഇതാണ് ദൈവത്തിന്റെ ദാസന്റെ ഒരു പ്രത്യേകത. അടുത്ത കാര്യം പറഞ്ഞിരിക്കുകയാണ്, കാരണം ദൈവത്തിന്റെ ദാസനെ ദൈവം ഒരിടത്തോട്ട് അയക്കുമ്പോൾ ദൈവം വേറെ ചില ദൈവത്തിന്റെ ദാസന്മാരെ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇദ്ദേഹം ചെല്ലുന്നിടത്ത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീ തോട്ടിൽ നിന്ന് കുടിച്ചോളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഐ ഹാവ് കമാൻഡഡ് ദ റേവൻസ് ടു പ്രൊവൈഡ് യു ദെയർ. എവിടെയാണ്?
ദൈവം പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ആൻ അൺസർട്ടനിറ്റി, അതൊരു അൺസർട്ടൺ പ്ലേസ് ആണ്, ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു സഹായവും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്താണെങ്കിലും ദൈവത്തിന്റെ വേറെ ചില ദാസന്മാരെടുത്ത് ദൈവത്തിന്റെ ദാസൻ ചെല്ലുന്നിടത്ത് ദൈവം അവനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് വിളിക്കും. അവിടെ ദൈവത്തിന്റെ ദാസൻ ആരാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കാക്കയാണ്. ദൈവം മനുഷ്യർ കൂടി മാത്രമല്ല, ദൈവം സാഹചര്യങ്ങളിൽ കൂടിയും പ്രകൃതിയിൽ കൂടിയും ഒക്കെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ ദാസന്റെ ഒരു വലിയൊരു ഒരു എന്താ പറയുക പ്രത്യേകത അല്ലെങ്കിൽ പ്രൊവിഷനാണ് അവിടെ കാണുന്നത്. ഒരു കാക്കയെ കൊണ്ട് ദൈവം അപ്പവും ഇറച്ചിയും ഈ ദൈവത്തിന്റെ ദാസന് കൊടുക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിന്റെ ദാസനായി ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവ്. അന്നേരം അങ്ങനെ ഏലിയാവ് അവിടെ പോകുന്നു, ദൈവത്തിന്റെ വാക്ക് പറഞ്ഞതുപോലെ തന്നെ കേൾക്കുന്നു, ദൈവം പറഞ്ഞതുപോലെ തന്നെ പോകുന്നു. അവിടെ ദൈവത്തിന്റെ പ്രൊവിഷൻ കൊടുക്കുന്നു. എന്നാൽ അവിടെ ഒരു പ്രശ്നം വരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ദൈവത്തിന്റെ ദാസൻ ചെന്നിടത്ത് തന്നെ അവിടെ ഒരു പ്രശ്നം വരും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയും യേശു ക്രിസ്തുവിന്റെ ചരിത്രവും അല്ലെങ്കിൽ സുവിശേഷങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ദൈവത്താൽ അയക്കപ്പെടുന്ന വ്യക്തികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. എന്നാൽ അവിടെ ദൈവം വീണ്ടും ഈ വ്യക്തിയോട് സംസാരിക്കുകയാണ്. അടുത്ത വാക്യം 9ാമത്തെ വാക്യത്തിൽ വീണ്ടും അതേ വാക്ക് റിപ്പീറ്റ് ചെയ്യാണ്, അറൈസ് ആൻഡ് ഗോ ടു സരഫർ. വീണ്ടും പറയാണ്, നീ എഴുന്നേൽക്കുക, പോകുക. അന്നേരം ഇദ്ദേഹം ഇങ്ങനെ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, ദൈവത്താൽ ഡയറക്റ്റ് ചെയ്തിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ എഴുന്നേറ്റ് സീദോനിൽ ചേർന്ന സരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഐ ഹാവ് കമാൻഡഡ് എ വിഡോ there to provide for you. ദൈവത്തിന്റെ ഫ്രണ്ട്സ്, ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ സുഹൃത്തുക്കൾ ദൈവം പല പല സ്ഥലത്തേക്ക് വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇവരെ കണ്ടുവെത്താനായിട്ട് കഴിയുന്നത്? നമ്മളെ ദൈവം ഡയറക്റ്റ് ചെയ്യുന്നിടത്തോട്ട് ദൈവം പറയുന്നത് കേട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ മാത്രം സന്തോഷിപ്പിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ ഡയറക്ഷൻ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ദൈവം നമ്മൾക്കുള്ള പ്രൊവിഷനും നമുക്കുള്ള ഫെലോഷിപ്പും പല സ്ഥലങ്ങളിലും ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പ്രൊവിഷൻ എന്നുള്ളത് നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുന്നതിന്റെ വളരെ അപ്പുറത്താണ്. ഇവിടെ ഒരു കാക്കയെയും ഒരു വിധവയെയും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് പ്രൂവ് ചെയ്യണം ഞാനാണ് നിന്നെ പോറ്റുന്നത് എന്നുള്ളത്. ഒരു സാധാരണ വ്യക്തികൾ കൂടിയല്ല ദൈവം ഇത് പ്രവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ പഴയ ഇമെയിൽസ് ഒക്കെ ഞാൻ ജസ്റ്റ് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മാത്യു ജോർജ് ബ്രദറിനും ബാക്കി ചിലർക്കൊക്കെ അയച്ചൊരു ഇമെയിൽ കണ്ടു. അന്നേരം അത് ഞാൻ കടന്നുപോയൊരു സാഹചര്യത്തിലും ദൈവം വിടുവിച്ച ഒരു കാര്യത്തെ പറ്റി എഴുതിയിരുന്നതാണ്. അത് വായിച്ചപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങൾ ഓർത്തത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ ഒരു കള്ളക്കേസിൽ ജയിലിൽ പോകേണ്ടി വന്നു. ആ ജയിലിൽ പോയപ്പോൾ സത്യത്തിൽ അവിടുത്തെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. ഒരു മനുഷ്യനും ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കഴിയത്തില്ല. മാത്രമല്ല നമുക്ക് അങ്ങനത്തെ ഇൻഫ്ലുവൻസുള്ള ആൾക്കാരുമായിട്ടൊന്നും യാതൊരു കണക്ഷനും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ജയിലിൽ പോകേണ്ടി വന്നത്. എന്നാൽ അത്ഭുതകരമായിട്ട് ആ ജയിലിനകത്ത് ദൈവം ഒരു ആന്ധ്രാക്കാരൻ, ഞാനുമായിട്ട് യാതൊരു പരിചയമോ എന്നെ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു ആന്ധ്രാക്കാരനായിട്ടുള്ളൊരു അവിടുത്തെ ഒരു ജയിലിലെ ജോലിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ അത്ഭുതകരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എൻ്റെ ഫയലുകളൊക്കെ ഇദ്ദേഹം എടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിന്റെ വലിയൊരു ഓഫീസറെ പോയി കണ്ടു. ഞാൻ ഇങ്ങനെയുള്ള ആളാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യേണ്ടാത്ത ഒരു വ്യക്തി അത്ഭുതകരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വലിയൊരു സപ്പോർട്ട് ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു കാരണം. അന്നേരം ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് കുറച്ച് മുട്ടായൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് യാതൊരു പരിചയമുള്ള ഒരു വ്യക്തിയല്ല, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തതിൽ എനിക്ക് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മേ കുച്ച് നെയ് കിയാ ഭായ് ഊപ്പർ വാല ആപ്കാ പാസേ എന്ന് പറഞ്ഞു. ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു അവിശ്വാസിയാണ്, അദ്ദേഹം ദൈവവിശ്വാസിയൊന്നുമല്ല. ഇദ്ദേഹം പറയാണ്, ഞാനൊന്നും ചെയ്തില്ല, ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ദൈവം നിന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചില ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോയേക്കാം, നമ്മൾ ചില അപകടത്തിലേക്കൊക്കെ ചെന്നുപെട്ടേക്കാം, ചിലപ്പോൾ എല്ലാ സാഹചര്യങ്ങളും വറ്റിപ്പോയ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വന്നേക്കാം. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഏലിയാവ് പറയുന്ന പോലെ ദൈവത്തിന്റെ മുമ്പാകെ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവം അത്ഭുതകരമായി ചില വ്യക്തികളെ ഒരുക്കിയിരിക്കും. അവരിൽ കൂടി ദൈവം പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി ആൾക്കാരെ വെച്ചിരിക്കുന്നത്. അതിന്റെ അടുത്ത വാക്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ വിധവ ആക്ച്വലി മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിധവയാണ്. മരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് അവസാനത്തെ ബ്രെഡ് കഴിച്ച് മരിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വിധവയെടുത്താണ് ദൈവം ഈ ദൈവത്തിന്റെ ദാസനെ അയക്കുന്നത്. ഈ ദൈവത്തിന്റെ ദാസൻ അവിടെ ചെന്നിട്ട് ഈ സ്ത്രീയെടുത്ത് പറയാണ്,
നീ അവളെ കണ്ടിട്ട് എനിക്ക് കുടിക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവൾ പോകുമ്പോൾ ഒരു കാര്യം കൂടെ പറയാണ്, ഈ ചാവാൻ കിടക്കുന്ന ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയെടുത്ത് പറയാണ്, നീ അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമെന്ന് അവളോട് പറഞ്ഞു. അതിന് അവൾ, എന്റെ യജമാനായ യഹോവയാണ്. അന്നേരം ഈ സ്ത്രീയും ദൈവത്തിന്റെ ഒരു ദാസി തന്നെയാണ്. അവിടെ പറയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ല, എനിക്ക് അപ്പവുമില്ല, ഇതാ ഞാൻ വിറകുറക്കുന്നു, ഇതുകൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് തിന്നിട്ട് ഞങ്ങൾ മരിക്കുവാനിരിക്കാവുന്നു പറഞ്ഞു. അന്നേരം ഒരു ജീവിതത്തിന്റെ അവസാനത്തെ എൻഡിലെത്തിയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. എല്ലാ പ്രൊവിഷനും അടഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീയടുത്തേക്ക് ദൈവത്തിന്റെ ദാസനെ അയച്ചിട്ട് ആ സ്ത്രീയുടെ കയ്യിലുള്ളത് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അതെന്തൊരു വിരോധാഭാസം നമുക്ക് ചോദിച്ചേക്കാം. അന്നേരം ഏലിയാവ് അവളുടെ അടുത്ത് പറയാണ്, ഭയപ്പെടേണ്ട, നീ ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുകയില്ല, എന്നാൽ ആദ്യം എനിക്കൊരു അടയുണ്ടാക്കി കൊടുക്കുക, പിന്നെ നിനക്കും മകന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക. അന്നേരം ഏലിയാവ് പറയാണ്, നീ അതൊക്കെ നീ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ല, അങ്ങനെ തന്നെ ചെയ്തോ, നീ പോയി മരിച്ചോ, പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഫസ്റ്റ് നീ എനിക്ക് തരണം. അന്നേരം പലപ്പോഴും ഞാൻ ചിന്തിക്കുകയാണ്, നമ്മളുടെ ജീവിതത്തിന്റെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ദൈവം നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. നമ്മുടെ ഉള്ള കാര്യം, നമ്മുടെ കയ്യിൽ ഉള്ളത് ദൈവത്തിന് കൊടുക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മരിക്കാൻ വേണ്ടിയിട്ട് വിടാൻ വേണ്ടിയിട്ടില്ല, നമുക്ക് ദൈവം തരാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, മുമ്പേ ദൈവത്തിന്റെ രാജ്യം ഫസ്റ്റ്. അതാണ് ഏലിയാവ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ്, ആദ്യം നീ എനിക്കുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കണം, നമ്മുടെ ഇല്ലാത്ത എല്ലാം എടുത്ത് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യം നീ മുമ്പേ അന്വേഷിക്കാനായിട്ട് നീ ഒരു കാര്യം, ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്റെ എല്ലാ നീഡ്സിനെയും മീറ്റ് ചെയ്യും. അതാണ് കാണുന്നത്. പിന്നീട് ആ സ്ത്രീയുടെ ഓരോ ദിവസത്തെ ദൈവം മീറ്റ് ചെയ്യാണ്. പക്ഷെ അതിനു മുമ്പ് ഈ സ്ത്രീ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നു. എന്താണ്? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടി വന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഈ കഥയായതുകൊണ്ട്, സംഭവമായതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇത് നമുക്കറിയാം. മുമ്പോട്ട് പോകുമ്പോൾ ഏലിയാവ് ഈ സ്ത്രീയുടെ കൂടെ താമസിക്കുന്നു. ദൈവം ഈ സ്ത്രീയുടെ എല്ലാ ആവശ്യങ്ങളെയും മീറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ അവിടുത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഒരു കാര്യം നടക്കുകയാണ്. അവിടെ പറയാണ്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ പിന്നെയും ദൈവം ഏലിയാവിന്റെ അടുത്ത് പറയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3rd year saying, go and show yourself to Ahab and I will send rain on the face of earth. എന്നിട്ട് പറയാണ്, നീ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക, നീ പറഞ്ഞതുപോലെ തന്നെ ഞാനും ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരു രീതി വായിച്ചു കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞതുപോലെ ഈ ദൈവദാസൻ ചെയ്യുന്നു, ദൈവം പറഞ്ഞതുപോലെ ഈ ദൈവദാസൻ പറയുന്നു, ഈ ദൈവദാസൻ പറയുന്നത് പോലെ ദൈവം അതിനെ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് പുറകിൽ പ്രവർത്തിക്കുന്നു. ഇതൊരു ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തി പറയുന്നത് പോലെ ദൈവം അങ്ങ് പ്രവർത്തിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് പോകുന്നത്. അതാണ് ഏലിയാവിന്റെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യുക, നീ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കാനായിട്ട് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം, സംഭവങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഏലിയാവ് കർമ്മൽ പർവ്വതത്തിലേക്ക് ചെല്ലുന്നു. ബാലിന്റെ പ്രവാചകന്മാരുമായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിലേക്ക് വരുന്നു. അവിടെ ബാലിന്റെ പ്രവാചകന്മാർ ബാലിന്റെ അടുത്ത് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും വളരെ തരത്തിലുള്ള പല പല അഭ്യാസങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യുന്നു. ഏലിയാവ് ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രാർത്ഥന ഏലിയാവ് പ്രാർത്ഥിക്കുന്നു. ഏലിയാവ് പറയാണ്, തീ കൊണ്ട് ഉത്തരവിരുന്ന ദൈവമാണ് ദൈവം എന്ന് പറയാണ്. ഏലിയാവ് പറയാണ്, ഇത്രയും വലിയ കോപ്രായത്തിന്റെയും ഇത്രയും വലിയ ശബ്ദത്തിന്റെയും ശബ്ദകോലാഹലത്തിന്റെയും ബഹളത്തിന്റെയും ഒന്നും കാര്യമില്ല. ദൈവം പ്രവർത്തിക്കാനായിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന്റെ വാക്കനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ചെറിയൊരു പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. എവിടെയാണ് ദൈവം തീ കൊണ്ട് ഉത്തരവുള്ളത്? ഇതാണ് ഏലിയാവിന്റെ പ്രാർത്ഥനയായിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് പറയുന്നത്. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ വഴിയിൽ കൂടി നടക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ചെറിയതായി ദൈവത്തിന്റെ അടുത്ത് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴേക്കും ദൈവം തീ കൊണ്ട് ഉത്തരമിട്ടിട്ട് ഏലിയാവ് ദൈവത്തിന്റെ ദാസനാണ് എന്ന് അവിടെ വീണ്ടും പ്രൂവ് ചെയ്യുക. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതുവരെ നമ്മൾ ഒരു ദൈവത്തിന്റെ വഴിയിൽ കൂടി, ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ദൈവം കൂടെ നിന്ന് അറ്റസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവദാസനെയാണ് കാണുന്നതെങ്കിൽ, എല്ലാ ദൈവദാസന്മാരുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമാണ് ഈ 19-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. 19-ാമത്തെ അധ്യായത്തിൽ ഈ യഥാർത്ഥ ദൈവദാസന്റെ ഒരു പിന്മാറ്റമാണ് കാണുന്നത്. അതിന്റെ 19-ാമത്തെ വാക്യം, ഏലിയാവ് ചെയ്തൊക്കെയും അവൻ തന്റെ സകല പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ
ഒരു ദൂതനെ അയച്ചു, ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാരെന്നോട് തക്കവണ്ണം അധികം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായിട്ട് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ആൻഡ് എറോസ് ആൻഡ് റാൻ ഫോർ ഹിസ് ലൈഫ്. ഇതുവരെ ഏലിയാവ് ഓടിയതിന് ഒരു പ്രത്യേകതയുണ്ട്, ഇപ്പം ഓടുന്നതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതുവരെ ഏലിയാവ് പോയത് ദൈവം പോവുക 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 എന്ന് പറയുന്നിടത്താണ് ഏലിയാവ് പോകുന്നത്. ഇതുവരെയും ദൈവം ഏലിയാവിനോട് കൂടെ നിന്ന് ഏലിയാവിന്റെ വാക്കിനനുസരിച്ച് ദൈവം അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ ഏലിയാവ് ഭയപ്പെട്ടിട്ട് ഏലിയാവ് ഒരു ഓട്ടം ഓടുകയാണ്. ഇവിടെ ദൈവം പറഞ്ഞിട്ടുള്ള ഓടുന്നത് ഏലിയാവിന്റെ ഭയത്തിന്റെ പുറത്താണ് ഓടുന്നത്. എന്തുകൊണ്ടാണ് ഏലിയാവ് ഇത്ര ശക്തനായിട്ടുണ്ടായിരുന്ന, ഇത്ര വലിയ മനുഷ്യനായിട്ടുണ്ടായിരുന്ന, ദൈവത്തിന്റെ ദാസനായിട്ടുണ്ടായിരുന്ന ഏലിയാവ് എന്തുകൊണ്ടാണ് അവിടെ ഓടാനായിട്ടുള്ള കാരണം? ഇതിനൊരു കാരണമുണ്ട്. ഇത് കാരണം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതില് ഏലിയാവ് ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നു, ഏലിയാവിനോട് കൂടെ നിന്ന് ദൈവം പ്രവർത്തിക്കുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഏലിയാവിന് ഒരു പ്രശ്നം പറ്റുന്നുണ്ട്. ഏലിയാവിന്റെ ചിന്താഗതി ഒരു വേറെ രീതിയിലേക്ക് മാറുന്നുണ്ട്. നമ്മൾ 16-ാമത്തെ അധ്യായത്തിൽ ഏലിയാവ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ മാത്രമാണ് ദൈവത്തിന്റെ ദാസനായിട്ട് ശേഷിക്കപ്പെട്ടിരിക്കുന്നത് ഏലിയാവ് ഇതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ മാത്രമാണ് ഈ ദൈവത്തിന്റെ ദാസനായിട്ട് ശേഷിപ്പിച്ചിരിക്കുന്നത്, ബാക്കിയുള്ളവർ ആരും ഈ സ്ഥലത്ത് ദൈവത്തിന്റെ ദാസനായിട്ട് ബാക്കിയില്ല എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമ്മൾ കൂടി ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ദൈവം നമ്മൾ കൂടി ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം ദൈവം ഈ പ്രവർത്തിക്കുന്നതൊക്കെ ഞാനില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും ചെയ്യുമായിരുന്നു, ഞാനില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലായിരുന്നു, ഞാൻ ഉള്ളത് കൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഞാൻ എന്തോ ഭയങ്കര കക്ഷിയാണ്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തിന് ബുദ്ധിമുട്ടി പോയതിനൊരു ചിന്ത എപ്പോഴെങ്കിലും ചില ദൈവദാസന്മാർക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ചിന്ത ഏലിയാവിന് വന്നു. അത് ഏലിയാവ് പിന്നീടും ആവർത്തിക്കുന്നുണ്ട്. ആ ചിന്തയിൽ നിന്നാണ് ഏലിയാവിന് ദൈവത്തിനുള്ള ഡിപ്പെൻഡൻസ് നഷ്ടപ്പെട്ടത്. ദൈവത്തിന് ഒരു മനുഷ്യനെയും ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരു ഇന്നവിറ്റബിൾ ആയിട്ട് ഒരാളെ അല്ല. നമ്മൾ ദൈവത്തിന് ഇന്നവിറ്റബിൾ അല്ല, ഒരു മനുഷ്യനും ദൈവത്തിന് ഇന്നവിറ്റബിൾ അല്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഇങ്ങനെ ഒരു ചിന്ത ഏലിയാവിന് വന്നു. അതോടുകൂടി ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ് ഏലിയാവിന് നഷ്ടപ്പെട്ടു. ഏലിയാവ് ഒരു സ്ത്രീയുടെ മുമ്പിൽ ഭയപ്പെട്ടിട്ട് ജീവരക്ഷയ്ക്കായിട്ട് ഓടുകയാണ്. അവിടെ ഓടി ബർസേബയിൽ ചെന്ന് അവിടെ താമസിപ്പിക്കുന്നു. അവന് മരുഭൂമിയിൽ 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി വന്ന് ഒരു ചൂരച്ചെരുടെ തണലിരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഇനഫ് നൗ ലോർഡ്, ടേക്ക് മൈ ലൈഫ്, ഫോർ ഐ എം നോട്ട് ബെറ്റർ ദാൻ മൈ ഫാദേഴ്സ്. നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അടുത്ത് നമ്മൾ ഉള്ളിലെങ്കിലും പറഞ്ഞിട്ടോ, ഇറ്റ് ഈസ് ഇനഫ്, മതി, എന്നെ കൊണ്ട് ഇനി ഓടാൻ വയ്യ, എന്നെ കൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ വയ്യ, എനിക്ക് ഒറ്റയ്ക്ക് ഈ ഭാരം ചുമക്കാൻ വയ്യ എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കുക, അതൊരു പിന്മാറ്റത്തിലേക്കുള്ളൊരു പോക്കാണ്. ദൈവത്തിന്റെ ശക്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ പറയണം, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ, ഏലിയാവ് പിതാക്കന്മാരെക്കാൾ നല്ലവനാണെന്ന് ദൈവമൊന്നും പറഞ്ഞില്ല. ഏലിയാവിനൊരു ചിന്ത തോന്നി, ഞാൻ ആരോ കക്ഷിയാണ്, ഞാൻ ഏതോ ഒരു വലിയ ഒരാളാണ്, ഞാനില്ലാതെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ല, ഞാൻ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ടുള്ളൂ എന്ന് പറഞ്ഞിടത്തു നിന്ന് ഏലിയാവിന്റെ പിന്മാറ്റം തുടങ്ങുകയാണ്. ഏലിയാവിന്റെ ഓട്ടം തുടങ്ങും. ഏലിയാവ് പോയി മരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഡിപ്രഷനിലേക്ക്, ഇല്ലെങ്കിൽ വളരെ ഒരു മാനസികമായിട്ട് ഇടിഞ്ഞൊരവസ്ഥയിലേക്ക് പോകണം. അങ്ങനെ അവൻ ചൂരച്ചെറിന് കടന്നു ഉറങ്ങുന്നു. ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ദൈവം വീണ്ടും അവൻ്റെ അടുത്ത് ഇടപെടുന്നു. അവിടെ 9-ാമത്തെ വാക്യത്തിൽ അവനൊരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അവിടെ യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ യഹോവ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഏലിയാവിന്റെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ എലീജ? ഏലിയാവേ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഏലിയാവിനോട് ഒറ്റ പ്രാവശ്യം ദൈവത്തെ ചോദിച്ചിട്ടില്ല. ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതപ്രകാരം മുമ്പോട്ട് ഓടുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു സ്ഥലത്തും ദൈവത്തിന് ചോദിക്കേണ്ടാത്തൊരു ചോദ്യം ഏലിയാവിന്റെ അടുത്ത് ദൈവം ചോദിക്കുകയാണ്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താണ് കാര്യം? നമ്മൾ കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, നമ്മൾ നിരാശനായിട്ടിരിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ദിസ് ഇസ് നോട്ട് ദ പ്ലേസ് യു ടു ബി.
നീ ആയിരിക്കേണ്ട ഒരു സ്ഥലമല്ല ഇത്. ഇതൊരു കഴിഞ്ഞ ആഴ്ചയിലാണ് പറഞ്ഞു, ഇറ്റ് ഇസ് എ നോ എൻട്രി പ്ലേസ്. ഒരു നോ എൻട്രി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നിരാശ, ഡിപ്രഷൻ, ദൈവത്തെ അവിശ്വസിക്കുക എന്നുള്ളൊരവസ്ഥ. അതിലേക്ക് ഈ പ്രവാചകൻ പോയി. ദൈവത്തെ ഭയപ്പെട്ടു, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ആശ്രയം നഷ്ടപ്പെട്ട് മനുഷ്യനെ ഭയപ്പെട്ടു ഓടിപ്പോയടത്ത് ദൈവം ആ വ്യക്തിയെ തേടി വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്യുന്നത്? നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ഏലിയാവേ, നീ യു ആർ ഇൻ എ റോങ് പ്ലേസ്. ഇങ്ങനെ ഈ സ്ഥലത്തിരിക്കേണ്ട വ്യക്തി അല്ല നീ. നിന്നെ ഞാൻ എവിടെ പോകാനായിട്ടാണ് പറഞ്ഞത്? നിന്റെ അടുത്ത് എവിടെയൊക്കെ പോകാനായിട്ടാണ് ഞാൻ സംസാരിച്ചത്? നീ എവിടാണ് ആയിരിക്കുന്നത് പറയുന്നത്? അന്നേരം ഏലിയാവിന്റെ പരാതിയുടെ കെട്ടെഴുതിയ ഏലിയാവ് വഹിക്കുകയാണ്. അന്നേരം നമ്മളിത് ബൈബിൾ വായിക്കുമ്പോൾ ഇതിന്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അന്നേരം ഏലിയാവ് സംസാരിക്കുന്ന ഒരു ടോൺ ഉണ്ട് അതിന്റെ 17-ാമത്തെ അധ്യായത്തിൽ ഏലിയാവ് ദൈവത്തിന്റെ അധികാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അവിടെ പറയുകയാണ്, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. 17-ന്റെ 33 പറഞ്ഞിരിക്കുകയാണ്, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ. യഹോവേ, ഞങ്ങൾ ഹൃദയം നീ വീണ്ടും തിരിച്ചു, നീ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമെന്ന് പറഞ്ഞു. നീ യഥാർത്ഥത്തിലുള്ള ദൈവമാണ് എന്ന് നീ പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെ വളരെ ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്ന ഏലിയാവിന്റെ ടോൺ മാറിയിട്ട് ഒരു ഡിസ്കറേജ്ഡ് ആയിട്ടുള്ള, ഒരു നിരാശനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ടോണായിട്ട് മാറുകയാണ്. അദ്ദേഹം ഇവിടെ പറയാണ്, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമങ്ങളെ ഉപേക്ഷിച്ച് നിന്റെ യാഗങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവരും എനിക്ക് ജീവഹാനി വരുത്താൻ നോക്കുന്നു. എലിയ പറയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. ചില ആൾക്കാരുടെ സാക്ഷ്യവും ചില ആൾക്കാരുടെ ടെസ്റ്റിമണിയൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജീവനുണ്ടോ എന്ന് പോലും തോന്നത്തില്ല. ചില പറഞ്ഞു കേട്ടില്ലയോ, ദൈവം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗുണവും ഇല്ലാത്ത ദൈവം മാത്രമേ എന്റെ കൂടെ ഉള്ളൂ എന്ന് കേൾക്കുന്നവർ തോന്നിപ്പോകും. ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് ബോൾഡായിട്ട് പറയുകയല്ല ഏലിയാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏലിയാവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ കൂടെ ദൈവം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം എനിക്ക് അരുതാണ്, അവരെല്ലാം എനിക്ക് ജീവഹാനി വരുത്താൻ നോക്കുന്നു. ഇസ്രായേൽ മക്കളും നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, ഞാൻ ഭയങ്കര ശുഷ്കാന്തിയോടെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഒരുത്തനും എന്റെ കൂടെ ഇല്ല, എല്ലാവരും എന്നെ വിട്ടുമാറി, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവരും എനിക്ക് ജീവഹാനി വരുത്താൻ നോക്കുന്നു. ഏലിയാവിന്റെ അടുത്ത് ദൈവം പറയാണ്, ഒരു കാര്യം പറയാണ്, ഗോ ഫോർത്ത് ആൻഡ് സ്റ്റാൻഡ് ഓൺ മൗണ്ടൻ ബിഫോർ ദ ലോർഡ്. ഏലിയാവിന്റെ അടുത്ത് പറയാണ്, ഏലിയാവ്, നിന്റെ പ്രശ്നം എന്താണ്? നിന്റെ പ്രശ്നം, നീ ഒരിക്കൽ ഒരു സ്ഥലത്ത് നിന്നതാണ്. ആ സ്ഥലം എന്ന് പറയുന്നത് യഹോവയുടെ മുമ്പാകെയായിരുന്നു. അതാണ് ഏലിയാവിന്റെ അഡ്രസ്സ്. ഏലിയാവിന്റെ ആ അഡ്രസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം പരിചയപ്പെടുന്നത് യഹോവയുടെ മുമ്പാകെ ജീവിക്കുന്ന മനുഷ്യൻ എന്നുള്ളതായിരുന്നു. അത് തന്നെ ഏലിയാവ് ധൈര്യത്തോടെ പറഞ്ഞ ഏലിയാവാണ്. 17-1 നമ്മൾ പറഞ്ഞത് ഏലിയാവ് തന്നെ പറയാണ്, ആസ് ദ ലോർഡ് ഓഫ് ഗോഡ് ഓഫ് ഇസ്രായേൽ ലീവ്സ് ബിഫോർ ഹും ഐ സ്റ്റാൻഡ്. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന മനുഷ്യനാണ് എന്ന് ഉറപ്പോടെ പറഞ്ഞ ആ മനുഷ്യൻ ഓടിപ്പോയി നിരാശപ്പെട്ട് മരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരു നിരാശയുടെ വാക്കുകൾ പിറുപിറുപ്പ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരാതി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്കറേജ്ഡ്, ഒരു ജീവനില്ലാത്ത സാക്ഷ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ വെച്ച് ദൈവം പറയാണ്, നിന്റെ പ്രശ്നം, യു ആർ ഇൻ എ റോങ് പ്ലേസ്, ഗോ ബാക്ക്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോവുക, ദൈവത്തിന്റെ മുമ്പാകെ വീണ്ടും പോയി നിൽക്കുക എന്ന് പറയാണ്. എന്നിട്ട് ദൈവം പല രീതിയിലേക്ക് വരുന്നു. അവസാനം തീയിൽ കൂടിയും ഭൂകമ്പത്തിൽ കൂടിയും ഒന്നും ദൈവത്തെ കാണാനായിട്ട് കഴിയുന്നില്ല. അവസാനം ദൈവത്തിന്റെ ശബ്ദം വീണ്ടും കഴിയാണ്. ദൈവത്തിന് അതിനുശേഷം തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. 12-ാമത്തെ വാക്യം. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് വന്നു. ഏലിയാവിന്റെ അടുത്ത് വീണ്ടും ദൈവം ചോദിക്കുകയാണ്, ഏലിയാവേ, ഇവിടെ നിൽക്കുന്ന കാര്യം? ഏലിയാവ് മുഖം മൂടി, പുതപ്പ് കൊണ്ട് മൂടി, കൂനി പിടിച്ച് നിരാശനായിട്ടിരിക്കുകയാണ്. ദൈവം ഏലിയാവിന്റെ അടുത്ത് പറയാണ്, പോയി ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. ദൈവം വീണ്ടും ചോദിക്കുകയാണ്, ഏലിയാവേ, എന്താണ് നിനക്ക് ഇവിടെ കാര്യം? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ ഏലിയാവ്? ഏലിയാവ് പിന്നെയും തന്റെ പരാതിയുടെ കെട്ടിരിക്കുകയാണ്. ഒരു റിപ്പിറ്റേഷണൽ മൊണോട്ടണസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ക്രീഡ് ചൊല്ലുന്നത് പോലെ ദൈവത്തിന് മുമ്പാകെ നിന്ന് ദൈവത്തിന്റെ ശക്തനായിട്ട് ദൈവത്തിന്റെ വാക്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പാകെ നിന്ന് ദൈവം പ്രൂവ് ചെയ്തിരുന്ന ദൈവദാസന്റെ ഒരു ഏറ്റവും പതനപ്പെട്ട, ഇല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഏലിയാവ് വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. ഏലിയാവ് പറയാണ്, സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ഈ ഏലിയാവിന്റെ കരച്ചില് പിന്നെയും തുടരുകയാണ്. ദൈവം ഏലിയാവിന്റെ അടുത്ത് ഒരു കാര്യം പറയണം. 2-ാമത്തെ പ്രാവശ്യം വീണ്ടും ഏലിയാവ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ
ദൈവം പറയാണ്. രണ്ടാമതിനാണ് then the Lord said to him, go. വീണ്ടും ദൈവം ഏലിയാവിന്റെ അടുത്ത് പറയുകയാണ്, ഗോ. നമ്മളൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തിന്റെ ദാസരുടെ ദൈവം തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഗോ 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 ഗോ. നീ പോവുക 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 എന്നുള്ളത്. വീണ്ടും ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ സന്നിധിയിൽ മുമ്പാകെ നിൽക്കാൻ പറഞ്ഞു. ഏലിയാവ് നിൽക്കുന്നില്ല. വീണ്ടും ഏലിയാവ് തന്റെ പരാജയനെ തുടരുകയാണ്. ഏലിയാവിന്റെ ദൈവം പറയാണ്, ഗോ റിട്ടേൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. മടങ്ങിപ്പോവുക എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഏലിയാവിന്റെ അടുത്ത് ദൈവം പറയാണ്, മടങ്ങിപ്പോവുക, നീ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുക, ദൈവത്തിന് നിന്നെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവന്റെ അടുത്ത് ഈ കാര്യങ്ങൾ കൂടി പറയായിരുന്നു. ഒരു യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദാസനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ദൈവം ആ വ്യക്തിയെ അറ്റസ്റ്റ് ചെയ്യുകയും ആ വ്യക്തി പറയുന്ന കാര്യത്തിന്റെ പുറകിൽ ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്, എന്നെ കൂടാതെ ദൈവത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഞാൻ ആരോ ഒരു കക്ഷിയാണ്, ഇല്ലെങ്കിൽ ഞാനാണ് ദൈവത്തിന് ഇന്നോവേറ്റബിൾ ആയിട്ടൊരു വ്യക്തി എന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഡിപ്പെൻഡൻസിൽ നമ്മൾ മാറുകയും നമ്മൾ ഏലിയാവ് പോയതിനേക്കാൾ പതനപ്പെട്ടൊരു അവസ്ഥയിലേക്ക് പോകാനായിട്ട് ഇടയായിത്തീരുകയും. എന്നാൽ ദൈവം നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് തിരിച്ചു വരിക, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുക, മടങ്ങി വരിക, ദൈവത്തിന്റെ ശുശ്രൂഷ മുൻപോട്ട് പോവുക. ദൈവത്തിന്റെ ശുശ്രൂഷ ഏലിയാവിനെ കൊണ്ട് ദൈവം മുന്നോട്ട് ചെയ്യിക്കുന്നു. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ശുശ്രൂഷയുടെ ലിസ്റ്റ് പറയുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ ഞാൻ റീപ്ലേസ് ചെയ്ത ഒരു അടുത്ത ആളെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. കാരണം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പറയാണ്, അടുത്ത വ്യക്തിയെ നിനക്ക് പകരമായിട്ട് ഞാൻ വെക്കാൻ മുമ്പോട്ട് പോവുകയാണ്. അതോടുകൂടി നിന്റെ ശുശ്രൂഷ തീരുകയും ആ വ്യക്തി നിന്റെ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യാണ്. ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്ന അടുത്തൊരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ചില കാര്യങ്ങൾ, ദൈവം എന്നോട് സംസാരിച്ച കാര്യം നിങ്ങളുടെ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു ബ്രദർ. വളരെ ഓൾമോസ്റ്റ് നോ നോട്ടീസ് ആണെങ്കിലും ദൈവം തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നത്. ഇന്ന് പ്രിയ സഹോദരന് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ലഭിച്ച ചിന്തകളാണ് നമ്മോട് ഓൾമോസ്റ്റ് എക്സ്റ്റംപോറി എന്നുള്ള നിലയിൽ ഷെയർ ചെയ്തത്. അതുകൊണ്ട് നമുക്ക്